ഹായ്, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള, റിട്ടൺ ബൈ പ്രവീൺ നാരായണൻ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അംഗരാജ്യത്തെ ജിമ്മന്മാർ, അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇത് രണ്ടാമത്തെ സിനിമയാണ്. സോ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജിബ്രാൻ ആണ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. വണ്ടർഫുൾ, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കായിരുന്നു. ജിബ്രാന് മുമ്പ് ചെയ്തിട്ടുള്ള തമിഴ് പടങ്ങളാണെങ്കിലും പിന്നെ മലയാളത്തിൽ അതിരനാന്ന് തോന്നുന്നു ചെയ്തിട്ടുള്ള ഒരു വർക്ക്. നല്ല കിടിലൻ സ്കോറാണ്. ഈ പടത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 2.5 മണിക്കൂർ. ഈ പടം നമ്മളെ പിടിച്ചിരുത്തുന്നത് ഒരു പരിധി വരെ ഈ പടത്തിന്റെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് തന്നെയാണ്. കാരണം ഇതങ്ങനെ അത്ര വലിയൊരു ഗംഭീരമായിട്ടുള്ള പടമൊന്നുമല്ല. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫും പക്ഷെ ശരാശരിയിൽ താഴെയുള്ളൊരു സെക്കൻഡ് ഹാഫ് ഉള്ള ഒരു സിനിമയാണിത്. പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഗംഭീരമാണ്. ജിബ്രാനെ കൂടാതെ വേറൊരു മ്യൂസിക് ഡയറക്ടർ കൂടി ഈ പടത്തിനുണ്ട്, ഗിരീഷ് നാരായണൻ, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. സോ അതിലേക്ക് ഞാൻ വരാം. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സിനിമ അറിയാലോ, സുരേഷ് ഗോപിയാണ് പടത്തിൽ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഓൾറെഡി അത്യാവശ്യം നല്ല പ്രൊമോഷൻ ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം ആ കേസൊക്കെ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൊമോഷൻ ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് ഈ സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുക. ഒരു കിടിലൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അല്ലാതെ ആ പേരിന് ഈ സിനിമയിൽ, ആ പേരല്ല ഏത് പേരാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. പടത്തിന്റെ പ്ലോട്ട് ഏകദേശം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ആളിന്റെ പേര് നോക്കിയിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഒന്നും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല്, ബൈജു സന്തോഷ് അതുപോലെ തന്നെ 1-2 സീനില് പോലീസുകാരനായിട്ട് അഭിനയിച്ച ഒരു ചേട്ടൻ, അതുപോലെ തന്നെ ബാംഗ്ലൂരില് പച്ചക്കറി വിറ്റു നടക്കുന്ന അമരക്കായി എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചേട്ടൻ, ഈ 3 ആൾക്കാരെ കൂടാതെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ദിവ്യ പിള്ളൈ, ശ്രുതി രാമചന്ദ്രൻ, ജയൻ ചേർത്തല, രമേശ് കോട്ടയം രമേശ്, പിന്നെ നിസ്താർ സേട്ട്, അറിയാലോ ഈ അമൽ നീരദിന്റെ പടത്തിൽ കാണുന്ന നിസ്താർ സേട്ട്, പിന്നെ അതുകൂടാതെ അസ്കർ അലി, മാധവ്, സുരേഷ് ഗോപി. അങ്ങനെ മലയാളത്തില് അത്ര സ്ഥിരം സിനിമകളൊന്നും ചെയ്യാത്ത, ഫീൽഡ് ഔട്ടായി ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഔട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ. ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞല്ല, പക്ഷെ ഏകദേശം നമുക്ക് പിടികിട്ടും. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി പോലീസുകാരനായിട്ടും അല്ലെങ്കിൽ വക്കീലായിട്ടൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതലേ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളുടെ ഒരു പ്ലോട്ട് ഉണ്ട്. അതായത് അതൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ആത്മാഭിമാനത്തോടെ, ഡിഗ്നിറ്റി ഓഫ് ലിവിങ്, അതാണ് ഈ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യയിൽ മാന്യമായ രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് നമ്മുടെ ഭരണഘടന തരുന്ന കുറെ ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൗലിക കടമകളും മൗലിക കർത്തവ്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളും ആർട്ടിക്കിൾ 21